ഞാൻ ശരിക്കും പറഞ്ഞൊരു അധ്യാപകനാകാൻ വേണ്ടിയിട്ട് B.Ed പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് B.Ed ഒക്കെ കഴിഞ്ഞിട്ട് നിൽക്കുമ്പോഴാണ് ഡിഗ്രി ലെവലിലുള്ള ഒരു ജോലി കിട്ടിയത്. പിന്നീട് സ്വാഭാവികമായിട്ടും ചെറുപ്പത്തിലാവുമല്ലോ, ഇങ്ങനെ ഒരു പ്രൊമോഷനെ ഉണ്ടാവും, കാക്കിയിടുക എന്നൊക്കെ പറയുമ്പോൾ പിന്നീട് വരുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് പിന്നീട് നമ്മൾ അധ്യാപകൻ്റെ റോളിലേക്കൊന്നും പോയില്ല. അപ്പോൾ ഞാൻ അധ്യാപനം നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. ഇപ്പോൾ ജയിലൊരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡയറക്ടർ പിന്നെ സോണൽ DIG എന്നുള്ള ഒരു പദവിയിലിരുന്നിട്ടാണ് നമ്മൾ റിട്ടയർ ചെയ്യുന്നത്. ജയിലിലെ ഉദ്യോഗസ്ഥർക്കും പരിശീലനം കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. 9 മാസം പരിശീലനം കൊടുക്കുന്ന സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ, അതാണ് സിക്ക എന്ന് പറയും. അപ്പോൾ അതിൽ ഡയറക്ടർ എന്ന നിലയ്ക്കും കൂടെയാണ് നമ്മൾ റിട്ടയർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു പരിധി കഴിഞ്ഞിട്ട് ഇതിലൊരു സ്കില്ല് വരുമല്ലോ, ജയിൽ എക്സ്പീരിയൻസും ജയിൽ മാനേജ്മെൻറ്റിൻ്റെ സ്കില്ല് സ്വാഭാവികമായിട്ടും ഇത് വരും. പിന്നെ നമുക്ക് മറ്റ് ജോലി എടുക്കാനുള്ള പ്രായവും കഴിയുമല്ലോ, പ്രായപരിധിയും കഴിയും. അപ്പോൾ അതുകൊണ്ട് എനിക്കങ്ങനെ ഇതായിട്ട് തോന്നിയിട്ടില്ല. ടെൻഷൻ ഉണ്ടാവും, സ്ട്രെസ്സും ഉണ്ടാവും, പക്ഷെ അതിന് നമ്മൾ മാനേജ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റും. രാജ്യത്ത് കിട്ടേണ്ടുന്ന എല്ലാ അംഗീകാരങ്ങളും പ്രസിഡൻറ്റിൻ്റെ മെഡലടക്കം 2 തവണ കിട്ടിയിട്ടുണ്ട്, മുഖ്യമന്ത്രിയുടെ മെഡൽ കിട്ടി. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് സാറ്റിസ്ഫൈഡ് ആണ്, ഹാപ്പിയാണ്.